ങ്ങളുടെ താണ്ഡവങ്ങൾ അരങ്ങേറിയിട്ടുള്ള ക്യൂബയിലുള്ള ഗ്വാന്താനാമോ എന്ന് പറയുന്ന തടവറയുണ്ടല്ലോ. സമുദായത്തിന്റെ പല പാവപ്പെട്ട സഹോദരങ്ങളെയും വല്ലാതെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ, ആ പീഡനങ്ങളുടെ വിവിധ രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പല രൂപത്തിലും പീഡിപ്പിക്കുമ്പോൾ ഒന്നാലോചിക്കണേ, അതിന്റെ വാർഡൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ പീഡനങ്ങൾ ഏൽക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ അവര് ജയിലിൽ ചാടി പുറത്തേക്ക് പോകാതിരിക്കാൻ അവരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്ന ഒരാള്, അയാളുടെ പേരാ ജയിൽ ഗാർഡന്റെ പേരെന്താണെന്നറിയുമോ? വോൾട്ട് ബ്രൂക്സ് എന്ന് പറയുന്ന ആളായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ പീഡനങ്ങൾ അവരനുഭവിക്കുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കണേ. ആ ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ധാരാളം പറയാനുണ്ട്. എന്താണ് വിജയമാർക്കാണ്, പരാജയമാർക്കാണ്, ആർക്കാണ് വേദന? എന്തുകൊണ്ടാണ് ലോകത്തിന്റെ പല അധികാരികൾക്കും ആവലാതി? എന്തുകൊണ്ടാ? ഈ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ലോകമെടുക്കുന്നത് കൊണ്ടാ. ഇത്രയും വലിയ പീഡനങ്ങൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോൾ, കത്തികൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ, അവരെ വിവസ്ത്രായി നഗ്നരായിട്ട് നിർത്തിയിട്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് അതാ വിശപ്പുള്ള നായയുടെ കെട്ടടിച്ച് വിട്ടിട്ട് അവരുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും കാർന്നു തിന്നുമ്പോൾ, അവർ അലമുറയിട്ട് കരയുമ്പോൾ, തോക്കിന്റെ പാത്തി കൊണ്ട് അവരുടെ തലയിലടിക്കുമ്പോൾ, കരയുമ്പോൾ അവരുടെ മുഖത്തേക്ക് ചുണ്ടുകളിലേക്ക് അടിക്കുമ്പോൾ, ആ തോക്കിന്റെ പാത്തി കൊള്ളുന്ന ആ സമയം തന്നെ പല്ലുകൾ കൊള്ളുന്നു താഴെ വീഴുമ്പോൾ, അവരുടെ മൂക്കുകളെ ചതയുമ്പോൾ, തലയിലടിക്കുമ്പോൾ, തലച്ചോറ് പൊട്ടി പുറത്തു വരുമ്പോൾ, ഇങ്ങനെയുള്ള ക്രൂരമായ പീഡനങ്ങൾ അവർ കേൾക്കേണ്ടി വരുമ്പോഴും അല്ലാഹു അഹദ് എന്ന് പറയുന്ന ആളുകളായിരുന്നു. അല്ലാഹു അഹദ് എന്ന് പറയുന്ന ആളുകളായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളായിരുന്നു. മാത്രമല്ല, അവർക്കൊരല്പസമയം ഇടവേള കിട്ടിയാൽ, ഒരല്പസമയം അവർക്ക് ഇടവേള കിട്ടിയാൽ അവർ പെട്ടെന്ന് തന്നെ അതാ സുജൂദിലേക്ക് വീഴുകയാ. ഈ ഒരു കാഴ്ച ഈ പറയപ്പെട്ട ആളിനെ അത്ഭുതപ്പെടുത്തി, ആ ക്രിസ്ത്യാനിയായിരുന്ന ജയിൽ വാർഡനെ അത്ഭുതപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, അവരുടെ വിശ്വാസത്തിന്റെ ദൃഢം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം ഇതല്ലയോ? ഇത്രയും വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴും അവര് വിശ്വസിക്കുന്ന, വിശ്വാസത്തിന്റെ മുറുകെ പിടിക്കുന്ന ഈ സമൂഹത്തിന്റെ ഈമാനിന്റെ പ്രകാശം കണ്ടുകൊണ്ട് അവസാനം വോൾട്ട് ബ്രൂക്സ് എന്ന് പറയുന്ന ആള് മുസ്തഫ അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരൊറ്റ ഉദാഹരണമാണ് ആനുകാലികമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നതെങ്കിൽ, അതുകൊണ്ട് യുദ്ധങ്ങൾ മുന്നിലൂടെ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ മുന്നിലൂടെ കടന്നു വരുമ്പോൾ, വിശുദ്ധമായ ഇസ്ലാമിന് പതനമാണെന്ന് ആരും വ്യാഖ്യാനിച്ചു കളയല്ലേ. അത് അല്ലാഹുവിന്റെ മതമാ. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതിന് പ്രതാപം പടച്ചവന് കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹ്